ഹലോ, 1498 മെയ് 20 ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നു. നമ്മളുടെ വാസ്കോ ഡ ഗാമ കോഴിക്കോടെത്തിയ ദിവസം. ഞാനിപ്പോൾ നിൽക്കുന്നത് ലിസ്ബണിലാണ്. 1497 അദ്ദേഹം പുറപ്പെട്ട ആ നഗരത്തിൽ. ഇവിടെ എത്തുമ്പോൾ ഒരു വല്ലാത്ത ഒരു അനുഭൂതിയുണ്ട്. കാരണം ഈ ലിസ്ബണിലെ ഈ സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഈ കാലഘട്ടങ്ങളിൽ അവർ പുറപ്പെട്ട സമയത്തുള്ള ആളുകളുടെ ഒരു മെമ്മോറിയലാണ് ഈ നിൽക്കുന്നത്. ഈ മെമ്മോറിയലിൽ ഇതൊരു കപ്പലിനെയാണ് അനുസ്മരിപ്പിക്കുന്നത്. അതിൻ്റെ സൈഡിലുള്ള ഓരോ വോയേജേഴ്സ്, പല ഘട്ടങ്ങളിലായിട്ട് പുറപ്പെട്ട ഓരോ വോയേജേഴ്സിൻ്റെയും വാസ്കോ ഡ ഗാമ മുതലുള്ള ആളുകളുടെയൊക്കെ പിക്ചർ കൊടുത്ത് ഈ ലിസ്ബൺ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സെൻ്ററാണ്. എന്താണ് ഒരു കേരളക്കാരൻ എന്ന നിലയ്ക്ക്, കോഴിക്കോട്ടുകാരൻ എന്ന നിലയ്ക്ക് നമ്മളെ ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നത്, സന്തോഷപ്പെടുത്തുന്നത്? നോക്കൂ, ഇതാണ് അവരുണ്ടാക്കിയ മാപ്പ്. ഈ മാപ്പിൽ ഇതാണ് ലിസ്ബൺ. ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ ഇതാ ഇന്ത്യയിൽ ഇവിടെ കാലിക്കറ്റ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഈ ലിസ്ബണിൽ എത്തുന്ന സമയത്ത് അവിടെ നമ്മളെ കോഴിക്കോടിനെ കാണാൻ പറ്റും. കാലിക്കറ്റ് ഹെറിറ്റേജ് വാക്കൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ആളെന്ന നിലക്ക്, കൊളോണിയലിസത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ എന്ന നിലക്ക്, ലോകം മുഴുവൻ തന്നെ നടക്കുന്ന ഒരു യാത്രക്കാരൻ എന്ന നിലക്ക് വലിയൊരു അനുഭൂതിയാണ് ഈ ഒരു കാഴ്ച. ലിസ്ബൺ നമ്മൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന നല്ല ക്ലൈമറ്റും ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് അന്നത്തെ ഓർമ്മകളെ അവർ ചരിത്രം പുതുക്കാൻ വേണ്ടി. ഈ പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം വാസ്കോ ഡ ഗാമയും കൂട്ടരും അവരുടെ ദേശീയ ലീഡേഴ്സാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ 17 കിലോമീറ്റർ നീളമുള്ള പാലത്തിന് അവർ വാസ്കോ ഡ ഗാമയുടെ പേരാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് അങ്ങനെയൊന്നും അല്ലെങ്കിൽ കൂടി ഇതാണ് ഒരു കപ്പലിനെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കപ്പൽ ഇവിടുന്ന് പുറപ്പെട്ടതാണ് പിന്നെ പോർച്ചുഗലിൻ്റെ വലിയൊരു ചരിത്രമായി മാറുന്നത്. സോ പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നുമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മളുടെ അന്തലൂസ് യാത്രയുടെ ഒരു ഘട്ടത്തിൽ.